ഗൈസ്, നിങ്ങൾ തെറ്റ് ചെയ്തില്ലേ? എനിക്കറിയാം, ഈ പറയുന്നത് ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ തെറ്റും കുറ്റവും പാവവും കാര്യങ്ങളെല്ലാം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ അയ്യോ, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചു, ഞാൻ തെറ്റ് ചെയ്തു, അയ്യോ ദൈവം ഇനി എങ്ങനെ റിയാക്ട് ചെയ്യും, ഇനി എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇനി ശരിയാവുമോ എന്നിങ്ങനെ ഈ ചിന്തിച്ച് ഈ മനസ്സിൻ്റെ ഭാരം ഇങ്ങനെ ഇങ്ങനെ കൂട്ട് ഇങ്ങനെ ഈ വീർത്ത് വന്ന് ലാസ്റ്റ് പൊട്ടാനായി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇനി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, ദൈവം എന്തായാലും കേൾക്കാൻ പോകുന്നില്ല, ഞാൻ എന്തുമാത്രം തെറ്റ് ചെയ്തു എന്നിങ്ങനെ പറഞ്ഞ് പല വഴികളിലും ആശ വഴികളിലും കൂട്ടുകെട്ടിലും കാര്യങ്ങളെല്ലാം പോയി ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് തന്നെ വന്നു കഴിഞ്ഞിട്ട് ദൈവം എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം, ഈ കുടിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റണം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഗൈസ്, എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ തെറ്റുകുറ്റങ്ങളും പാപവും കാര്യങ്ങളെല്ലാം വരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതൊന്നും ഒരിക്കലും നിങ്ങൾ കുറ്റം ഏറ്റു പറയുക, ദൈവമേ എനിക്ക് പറ്റിപ്പോയി, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, സംഭവിച്ചു പോയി. ഒരു കൺഫെഷൻ അവിടെ നടത്തി കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ക്ഷമിച്ചു അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ദൈവം ക്ഷമിച്ചു. ഈ ഒരു കാര്യമാണോ ക്ഷമിക്കാൻ